ബാക്കിയുള്ളവര് ആകെ 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ എപ്പോ ജോയിൻ ചെയ്യും? ഷംന എന്താ ഷംന? കേക്കുന്നില്ല. എന്താ ഷംന? എനിക്ക് ഷംന പറയുന്നത് കേക്കുന്നില്ല. കീർത്തന എന്താ കീർത്തന? എന്താ നിങ്ങൾ ലേറ്റ് ആയെന്ന് വെച്ചതാ കേറാൻ? എനിക്ക് 45 മിനിറ്റ് അല്ലേ നിങ്ങളുടെ ക്ലാസ്? 2:45 കഴിയൂലേ? ഞാൻ 2:50 ലിങ്ക് ഇട്ട് തന്നതല്ലേ? അപ്പൊ നാളെ തൊട്ട് പറയാം, നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഇല്ലേ? അപ്പം 45 മിനിറ്റ് ആണ് നിങ്ങളുടെ ക്ലാസ് ടൈമിങ്. അതിനിടയിൽ നിങ്ങൾക്ക് ബ്രേക്ക് വരുന്നുണ്ട്. 3 മണിയാകുമ്പോഴത്തേക്കും അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, 3:30 വരെ ആയിരിക്കും എന്റെ ക്ലാസ്. ഓക്കെ, 4 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ചത് ഗ്ലാസ് വെയർ ആണ്. ലാസ്റ്റ് പഠിച്ചത് ഗ്ലാസ് വെയർ ആണ്. ഓക്കെ, ഗ്ലാസ് വെയർ എന്താന്നൊക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇനി ലാസ്റ്റത്തെ ഈ യൂണിറ്റിലെ അവസാനത്തെ എക്യുപ്മെന്റ് അനറോബിക് ജാർ. നെക്സ്റ്റ് ഹെഡിങ് അനറോബിക് ജാർ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് അനറോബിക് ജാർ. ഓക്കെ, എന്താന്ന് നോക്കാം. Anaerobic jar is an instrument used in the production of an anaerobic environment. This method is used to culture bacteria which die or fail to grow in presence of oxygen. ഒന്നുകൂടി വായിക്കാം. Anaerobic jar is an instrument used in the production of an anaerobic environment. അതായത് അനറോബിക് ജാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇൻസ്ട്രുമെന്റ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനറോബിക് എൻവയോൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അനറോബിക്കും എയറോബിക്കും ഒക്കെ എന്താന്ന് കഴിഞ്ഞ വർഷം അനാട്ടമിക്കൽ ടേംസിൽ പഠിച്ചതാണ്. ഷംന കേക്കുന്നുണ്ട്. വാട്ട് യു മീൻ ബൈ അനറോബിക്? അനറോബിക് ഓക്കെ. ഷംനെ മ്യൂട്ട് ചെയ്തോ? കട്ടായിട്ട് കേൾക്കുന്നത്. റഹ്മത്ത് അനറോബിക് എന്ന് പറഞ്ഞാൽ എന്താ റഹ്മത്തെ? ഓക്കെ, ഗുഡ്. നോട്ട് റിക്വയറിംഗ് ഓക്സിജൻ. ഓക്കെ, ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ അനറോബിക് ജാർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ അനറോബിക് എൻവയോൺമെന്റ്. അതായത് ഈ അനറോബിക് ജാർ എന്ന് പറഞ്ഞ ഉപകരണം എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനറോബിക് എൻവയോൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അനറോബിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഒരു പരിസ്ഥിതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അനറോബിക് ജാർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് this method is used to culture bacteria which die or fail to grow in presence of oxygen. അതായത് ഈ മെത്തേഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ബാക്ടീരിയയുടെ കൾച്ചറിനാണ്. മീൻസ് ബാക്ടീരിയയുടെ സംസ്കരണത്തിനാണ്. അതായത് ബാക്ടീരിയ എന്താണ് വിച്ച് ഡൈ ഓർ ഫെയിൽ ടു ഗ്രോ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഈ കൾച്ചർ മീഡിയ ഉണ്ടാക്കുന്ന സമയത്ത് മീൻസ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ബാക്ടീരിയ എന്താ ആവാൻ ചാൻസ് ഉണ്ട്? ഡൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫെയിൽ ടു ഗ്രോ ആവാൻ ചാൻസ് ഉണ്ട്. മീൻസ് വളരുകയില്ല, അതുപോലെ തന്നെ ചിലപ്പോൾ ചത്തുപോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അനറോബിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഓക്സിജൻ ആവശ്യമില്ലാത്ത ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ അനറോബിക് ജാറിന്റെ ഫങ്ഷൻ. കാരണം എന്താണ്? നമ്മൾ ബാക്ടീരിയ കൾച്ചർ ചെയ്യുന്ന ടൈമില് ബാക്ടീരിയ ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, മീൻസ് ഓക്സിജന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ ഈ ബാക്ടീരിയ എന്താകാൻ ചാൻസ് ഉണ്ട്? ഒന്നെങ്കിൽ ചത്തുപോകും, അല്ലെങ്കിൽ അതിന്റെ വളർച്ച മുരടിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ എന്താണ് ഈ ഓക്സിജനെ റിമൂവ് ചെയ്തിട്ട് അവിടെ എന്താണ് ഒരു അനറോബിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാണ്. മീൻസ് ഓക്സിജൻ ഇല്ലാത്ത ഒരു എൻവയോൺമെന്റ്, ഒരു പരിസ്ഥിതി ഈ കൾച്ചർ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് അനറോബിക് ജാർ. ഓക്കെ, ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാം. അനറോബിക് ജാർ നമ്മുടെ 8ാമത്തെ എക്യുപ്മെന്റ്, മീൻസ് ഈ യൂണിറ്റിലെ ലാസ്റ്റത്തെ ഹെഡിങ് അനറോബിക് ജാർ.
Okay, anaerobic jar is an instrument used in the production of an anaerobic environment. This method is used to culture bacteria which die or fail to grow in presence of oxygen. അതായത് അനറോബിക് ജാർ എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത് ഒരു അനറോബിക് എൻവയോൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അനറോബിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഓക്സിജൻ ആവശ്യമില്ലാത്ത, ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരു പരിസ്ഥിതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ആണ് അനറോബിക് ജാർ. This method is used to culture bacteria which die or fail to grow in presence of oxygen. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ബാക്ടീരിയയുടെ കൾച്ചറിനാണ്. കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. മീൻസ് അതായത് ഈ കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബാക്ടീരിയ എന്താവാൻ ചാൻസ് ഉണ്ട്, ചത്തുപോവായിരിക്കും, അല്ലെങ്കിൽ അത് വളരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അനറോബിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ അനറോബിക് ജാർ ഉപയോഗിച്ച് ഒരു ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാത്തൊരു പരിസ്ഥിതി ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഷബീബ, ക്ലിയർ ആയോ ഷബീബ? ഓക്കെ, എക്സ്പ്ലെയിൻ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് മ്യൂട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ അനറോബിക് ജാർ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ പ്രിൻസിപ്പിൾ, നെക്സ്റ്റ് സബ് ഹെഡിങ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇൻ ദാറ്റ് anaerobic jar works on the principle of evacuation and replacement. ഒന്നുകൂടി വായിക്കാം. Principle, anaerobic jar works on the principle of evacuation and replacement. അതായത് ഈ അനറോബിക് ജാറിന്റെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനെ ആശ്രയിച്ചാണ്? ഇവാക്വേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ്. ഇവാക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൂന്യമാക്കുക, അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ പുനരധിവസിപ്പിക്കുക. മീൻസ് ഒരു സാധനത്തെ മാറ്റി വേറൊരു സാധനത്തെ പുനഃസ്ഥാപിക്കുക. ഓക്കെ, അതാണ് റീപ്ലേസ്മെന്റ്. ഓക്കെ, അതായത് ഈ രണ്ട് തത്വങ്ങൾ, ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ ശൂന്യമാക്കുക അല്ലെങ്കിൽ ഒന്നുമില്ലാതാക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്. അതായത് ഈ രണ്ട് തത്വങ്ങളെ ആശ്രയിച്ചാണ് അനറോബിക് ജാർ വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. പ്രിൻസിപ്പിൾ, അനറോബിക് ജാർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇവാക്വേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ്. അതാണ് പ്രധാനമായിട്ട് വരുന്നത്. ദെൻ പ്രിൻസിപ്പിൾ കണ്ടിന്യൂ. Where the air inside the chamber is evacuated and replaced with mixture of gases consisting 5% of carbon dioxide, 10% of hydrogen and 85% of nitrogen. ഓക്കെ, അതായത് ഈ ചേമ്പറിന്റെ ഉള്ളിലുള്ള, ഈ അനറോബിക് ജാറിന്റെ മീൻസ് ഈ ചേമ്പറിന്റെ ഉള്ളിലുള്ള എയർ എന്ത് ചെയ്യാണ്? നമ്മൾ ഇവാക്വേറ്റ് ചെയ്യാണ്, മീൻസ് ശൂന്യമാക്കുകയാണ്. ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് മിക്സ്ചർ ഓഫ് ഗ്യാസസ്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ എയറിനെ നമ്മൾ ശൂന്യമാക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? വേറൊരു വസ്തുക്കളെ പുനഃസ്ഥാപിക്കുകയാണ്, റീപ്ലേസ് ചെയ്യുകയാണ്. അതായത് ഏതൊക്കെ ഗ്യാസസ്? മിക്സ്ചർ ഓഫ് ഗ്യാസസ് മീൻസ് ഒരു കൂട്ടം ഗ്യാസസിനെ നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യുകയാണ്. എയറിനെ റിമൂവ് ചെയ്തു, മീൻസ് ഓക്സിജനെ റിമൂവ് ചെയ്തു, എന്നിട്ട് നമ്മൾ അവിടെ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആഡ് ചെയ്യുകയാണ്. ആ ഗ്യാസസിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൺസിസ്റ്റിംഗ് ഓഫ് 5% of carbon dioxide, 5% കാർബൺ ഡയോക്സൈഡ്, then 10% of hydrogen, 10% ഹൈഡ്രജൻ, then 85% നൈട്രജൻ, 85% നൈട്രജൻ. ഇത്രയും മിക്സ്ചർ ഓഫ് ഗ്യാസസ് നമ്മൾ അവിടെ പുനഃസ്ഥാപിക്കുകയാണ്, റീപ്ലേസ് ചെയ്ത് എന്നിട്ട് സ്ഥാപിക്കുകയാണ്. ആരാ? ഓക്കെ, സഹല, എനി ഡൗട്ട്? ഹലോ സഹല, സഹലക്ക് റേഞ്ച് ഇല്ലേ? കേൾക്കുന്നില്ല? ഓക്കെ, 5% കാർബൺ ഡയോക്സൈഡ്, 5% കാർബൺ ഡയോക്സൈഡ്, 10% ഹൈഡ്രജൻ, 10% ഹൈഡ്രജൻ, ആൻഡ് 85% നൈട്രജൻ, 85% നൈട്രജൻ. ഒന്നുകൂടി ആ പോയിന്റ് വായിക്കാം. Where the air inside the chamber is evacuated and replaced with mixture of gases consisting of 5% carbon dioxide,
10% ഹൈഡ്രജൻ ആൻഡ് 85% നൈട്രജൻ. അതായത് ഈ ചേമ്പറിന്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? എനറോബിക് ചാർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇവാക്വേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ്. അതായത് ഇതിന്റെ ഈ അനറോബിക് ചാറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവാക്വേഷൻ ശൂന്യമാക്കുക, അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് പുനഃസ്ഥാപിക്കുക. ഓക്കെ, ഇൻ ദാറ്റ് where the air inside the chamber is evacuated. ഈ ചേമ്പറിന്റെ ഉള്ളിലുള്ള എയറിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇവാക്വേറ്റ് ചെയ്യാണ്, മീൻസ് ശൂന്യമാക്കുകയാണ്. ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് മിക്സ്ചർ ഓഫ് ഗ്യാസസ്. എന്നിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുകയാണ്? മിക്സ്ചർ ഓഫ് ഗ്യാസസിനെ പുനഃസ്ഥാപിക്കുകയാണ്. ആ മിക്സ്ചർ ഓഫ് ഗ്യാസസിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. 5% കാർബൺ ഡൈ ഓക്സൈഡും 10% ഹൈഡ്രജനും 85% നൈട്രജനും. ക്ലിയർ ആയോ? സഹല ക്ലിയർ? ഓക്കെ, അരുണിമ ഓക്കെ, പ്രിൻസിപ്പിൾ പറ. ഇപ്പോഴാണ് കയറിയേ? ഓക്കെ, യൂട്യൂബിൽ കാണാം തുടക്കം. ഓക്കെ, കീർത്തനം മിണ്ടാൻ പറ്റുമോ? ഓക്കെ, എന്താ തത്വം? എന്താ ജസ്റ്റ് എന്താണെന്ന് പറ. പ്രിൻസിപ്പിൾ എന്താ? അനറോബിക് ചാറിന്റെ പ്രിൻസിപ്പിൾ എന്താ? ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഇവാക്വേഷൻ ആൻഡ് റീപ്ലേസ്മെന്റ് ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഹെഡിങ്ങിലോട്ട് പോകാം. വർക്കിംഗ്. നെക്സ്റ്റ് ഹെഡിങ് വർക്കിംഗ്. എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇൻ ദാറ്റ് during the anaerobic evacuation cycle, oxygen within the jar is replaced with hydrogen. Means അതായത് അനറോബിക് ഇവാക്വേഷൻ സൈക്കിൾ നടക്കുമ്പോൾ, അനറോബിക് ഇവാക്വേഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ എയറിനെ ശൂന്യമാക്കുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഓക്സിജൻ വിത്തിൻ ദ ജാർ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഹൈഡ്രജൻ. ഓക്സിജൻ എന്താകും? ആ ജാറിൽ നിന്ന് റീപ്ലേസ് ആയിട്ട്, മീൻസ് അവിടെ നിന്നും മാറിയിട്ട് അവിടെ എന്ത് റീപ്ലേസ് ആകും? ഹൈഡ്രജൻ പുനഃസ്ഥാപിക്കപ്പെടും. ഓക്സിജൻ മാറുകയും ഹൈഡ്രജൻ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ഒന്നുകൂടി പറയാം. വർക്കിംഗ് ഡ്യൂറിംഗ് ദ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം. റേഞ്ച് പോയായിരുന്നു. കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യാം. റഹ്മത്ത് കേൾക്കുന്നുണ്ടോ? റഹ്മത്ത് കേൾക്കുന്നുണ്ടോ? റേഞ്ച് പോയായിരുന്നു. ഓക്കെ ഓക്കെ, വർക്കിംഗ് ആണ് നമ്മൾ പറയുന്നത്. വർക്കിംഗിൽ ഡ്യൂറിംഗ് ദ അനറോബിക് ഇവാക്വേഷൻ സൈക്കിൾ ഓക്സിജൻ വിത്തിൻ ദ ജാർ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഹൈഡ്രജൻ. അതായത് അനറോബിക് ഇവാക്വേഷൻ സൈക്കിൾ നടക്കുന്ന സമയത്ത്, അനറോബിക് ഇവാക്വേഷൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സ് നടക്കുന്ന ടൈമിൽ ഓക്സിജൻ വിത്തിൻ ദ ജാർ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഹൈഡ്രജൻ. അതായത് ആ ജാറിൽ നിന്ന് ഓക്സിജൻ മാറിയിട്ട് അവിടെ എന്ത് റീപ്ലേസ് ആകും? ഹൈഡ്രജൻ റീപ്ലേസ് ആകും. മീൻസ് ഹൈഡ്രജൻ പുനഃസ്ഥാപിക്കപ്പെടും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ആഫ്റ്റർ ദ അനറോബിക് സൈക്കിൾ എ മെർ 0.16% റെസിഡുവൽ ഓക്സിജൻ കണ്ടന്റ് ഈസ് ലെഫ്റ്റ് ഇൻ ദ ജാർ. അതായത് ഈ അനറോബിക് സൈക്കിൾ നടന്നതിന് ശേഷം മെർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 0.16%, അതായത് 0.16% റെസിഡുവൽ ഓക്സിജൻ കണ്ടൻസ് ഇൻ ദ ലെഫ്റ്റ് ഇൻ ദ ജാർ. അതായത് ഒരു 0.16% മീൻസ് കുറഞ്ഞ അളവിലുള്ള ഒരു ഓക്സിജൻ മാത്രം എന്താകും? ഈ ജാറിൽ അവശേഷിക്കും. ക്ലിയർ ആയോ? അതായത് ഈ അനറോബിക് സൈക്കിൾ നടന്നു, അതിനുശേഷം അതായത് ഓക്സിജനെ റീപ്ലേസ് ചെയ്യുന്ന ആ പ്രോസസ്സ് നടന്നു, അതിനുശേഷം ഈ ജാറിൽ അതായത് ഒരു 0.16% ഓക്സിജൻ അവശേഷിക്കുന്ന ഒരു ഓക്സിജൻ മാത്രം അതിൽ നിലകൊള്ളും. ക്ലിയർ ആയോ?
which is then removed by a palladium catalyst. Okay, which is then removed by a palladium catalyst. പലേഡിയം കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉൽപ്രേരകമാണ്. അതായത് ഇതിനെ റിമൂവ് ചെയ്യാൻ, ഈ അവശേഷിക്കുന്ന ഓക്സിജനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്രേരകം ആണ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്രേരകം. ഓക്കെ, പലേഡിയം കാറ്റലിസ്റ്റ് വെച്ചിട്ട് ബാക്കി അവശേഷിക്കുന്ന ഓക്സിജനെയും കൂടി റിമൂവ് ചെയ്യാണ്. ക്ലിയർ ആയോ? ഓക്കെ, in that the anaerobic recipe leaves the jar with a strict 0 oxygen level and 10% carbon dioxide mix. The anaerobic recipe leaves the jar with a strict 0 oxygen level and 10% carbon dioxide mix. അതായത് ഈ അനറോബിക് ജാറിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കൾ, റെസിപ്പി എന്ന് പറഞ്ഞാൽ ചേരുവകൾ, അതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുകയാണ്? സ്ട്രിക്റ്റ് ആയിട്ടുള്ള 0 ഓക്സിജൻ ലെവലിലോട്ട് എത്തിക്കുകയാണ്. ഓക്കെ, മീൻസ് ഓക്സിജൻ്റെ ലെവൽ 0 എന്ന നിലയിലോട്ട് എത്തിക്കുകയാണ്. അതുകൂടാതെ തന്നെ 10% കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു മിക്സും അവിടെ നിന്ന് നമ്മൾ കുറയ്ക്കുകയാണ്, ലീവ് ചെയ്യുകയാണ്, മീൻസ് മാറ്റുകയാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഒന്നും കൂടി വർക്കിംഗ് പറയാം. റിപ്പീറ്റ്. ഓക്കെ, വർക്കിംഗ് ഡ്യൂറിങ് ദ അനറോബിക് ഇവാക്വേഷൻ സൈക്കിൾ. അതായത് അനറോബിക് ഇവാക്വേഷൻ സൈക്കിൾ നടക്കുന്ന സമയത്ത്, അനറോബിക് ഇവാക്വേഷൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന ഈ പ്രോസസ്സ് നടക്കുന്ന ടൈമിൽ ഓക്സിജൻ വിത്തിൻ ദ ജാർ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഹൈഡ്രജൻ. അതായത് ഈ ജാറിൽ നിന്ന് എന്താകും? ഓക്സിജൻ റിമൂവ് ആകും, എന്നിട്ട് എന്താകും? അവിടെ ഹൈഡ്രജൻ റീപ്ലേസ് ആകും, മീൻസ് ഹൈഡ്രജൻ അവിടെ പുനഃസ്ഥാപിക്കപ്പെടും. ദെൻ ആഫ്റ്റർ ദ അനറോബിക് സൈക്കിൾ എ മെർ 0.16% റെസിഡുവൽ ഓക്സിജൻ കണ്ടന്റ് ഈസ് ലെഫ്റ്റ് ഇൻ ദ ജാർ. ഈ അനറോബിക് സൈക്കിൾ നടന്നതിന് ശേഷം 0.16% ഓക്സിജൻ മാത്രം എന്താകും? ഈ ജാറിൽ അവശേഷിക്കും. ഓക്കെ, ദെൻ which is then removed by a palladium catalyst. അങ്ങനെ അവശേഷിച്ച ആ ഓക്സിജനെ പിന്നെ റിമൂവ് ചെയ്യാണ്. അതിന് സഹായിക്കുന്ന ഒരു ഉൽപ്രേരകമാണ് പലേഡിയം കാറ്റലിസ്റ്റ്. പലേഡിയം കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്രേരകം, അതായത് ഈ ഓക്സിജനെ, അവശേഷിക്കുന്ന ഓക്സിജനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Then the anaerobic recipe leaves the jar with a strict 0 oxygen level and 10% carbon dioxide mix. അതായത് ഈ അനറോബിക് ജാറിൻ്റെ ഉള്ളിലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുകയാണ്? അതിനെ 0 ഓക്സിജൻ ലെവലിലോട്ട് എത്തിക്കുകയും അതുപോലെ തന്നെ 10% കാർബൺ ഡൈ ഓക്സൈഡിനെ മിക്സിനെ എന്ത് ചെയ്യും? ലീവ് ചെയ്യും, മീൻസ് റിമൂവ് ചെയ്യുകയും ചെയ്യാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഷാനിബ. ലാസ്റ്റ് പോയിന്റാ? ഓക്കെ, ഇത് അനറോബിക് റെസിപ്പി. അനറോബിക് റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈ ജാറിൻ്റെ ഉള്ളിലുള്ള ചേരുവകൾ, മീൻസ് വസ്തുക്കൾ. ലീവ്സ് ദ ജാർ വിത്ത് എ സ്ട്രിക്റ്റ് 0 ഓക്സിജൻ ലെവൽ. അതായത് എന്ത് ചെയ്യുകയാണ്? ഈ ജാറിൻ്റെ ഉള്ളിലുള്ള ഓക്സിജനെ 0 ഓക്സിജൻ ലെവലിലോട്ട് ലീവ് ചെയ്യുകയാണ്, മാറ്റുകയാണ്, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് മാറ്റുകയാണ്. ആൻഡ് 10% കാർബൺ ഡൈ ഓക്സൈഡ് മിക്സും, അതുപോലെ തന്നെ 10% കാർബൺ ഡൈ ഓക്സൈഡ് മിക്സിനെയും എന്താക്കുകയാണ്? ലീവ് ചെയ്യുകയാണ്, റിമൂവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മാറ്റുകയാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ അരുണിമ? ഓക്കെ, അരുണിമ വർക്കിംഗ് പറ. അനറോബിക് ഇവാക്വേഷൻ റീപ്ലേസ് സൈക്കിൾ നടക്കുന്ന സമയത്ത് ഓക്സിജൻ ഇതാക്കിയിട്ട് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അനറോബിക് സൈക്ലിംഗ് കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞ അളവിൽ, അതായത് 0.16% കുറഞ്ഞ അളവിൽ ഓക്സിജൻ അവശേഷിക്കും. അതിന്റെ ഒരു ഉൽപ്രേരകം, പലേഡിയം കാറ്റലിസ്റ്റ് പറഞ്ഞൊരു ഉൽപ്രേരകം ഉപയോഗിച്ച് ബാലൻസ് ഉള്ള ഓക്സിജനെ പുറത്താക്കുന്നു. ജാറിന്റെ ഉള്ളിലുള്ള വസ്തുക്കള് സ്ട്രിക്റ്റ് 0% ഓക്സിജന് ജാറിന്റെ ഉള്ളില് ആക്കുന്നു. അതേപോലെ 10% കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുന്നു. ഓക്കെ, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അനറോബിക് ജാർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ യൂണിറ്റിലെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് അനറോബിക് ജാർ. ഇൻ ദാറ്റ് first one definition: anaerobic jar is an instrument used in the production of an anaerobic environment. അതായത് അനറോബിക് ജാർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത്
ഒരു അനറോബിക് എൻവയോൺമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അനറോബിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാത്ത, ഓക്സിജൻ്റെ സ്വാധീനമില്ലാത്ത ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഉപയോഗിക്കുന്നത്. ദെൻ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു കൾച്ചർ ബാക്ടീരിയ വിച്ച് ഡൈ ഓർ ഫെയിൽ ടു ഗ്രോൺ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അതായത് ഈ മെത്തേഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ബാക്ടീരിയയുടെ കൾച്ചറിനാണ്. അതായത് ബാക്ടീരിയ ഓക്സിജൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ബാക്ടീരിയ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച മുരടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഒരു അനറോബിക് എൻവയോൺമെൻറ്റ്, ഓക്സിജൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു പരിസ്ഥിതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അനറോബിക് ജാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് പഠിച്ചത്. ഇൻ ദാറ്റ് അനറോബിക് ജാർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇവാക്വേഷൻ ആൻഡ് റീപ്ലേസ്മെൻറ്റ്. അതായത് ഈ അനറോബിക് ജാർ വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ തത്വത്തിൻ്റെ, മീൻസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവാക്വേഷൻ ആൻഡ് റീപ്ലേസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവാക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൂന്യമാക്കുക, ദെൻ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുനഃസ്ഥാപിക്കുക. Okay, in that next where the air inside the chamber is evacuated and replaced with a mixture of gases consisting of 5% carbon dioxide, 10% hydrogen and 85% nitrogen. അതായത് ഈ ചേമ്പറിൻ്റെ ഉള്ളിലുള്ള, മീൻസ് അനറോബിക് ചേമ്പറിൻ്റെ, അനറോബിക് ജാറിൻ്റെ ഉള്ളിലെ ചേമ്പറിൻ്റെ ഉള്ളിലുള്ള എയറിനെ എന്താക്കുകയാണ്, റിമൂവ് ചെയ്യുക, ഇവാക്വേറ്റ് ചെയ്യാണ്. ഇവാക്വേറ്റ് ചെയ്യുന്നത് ശൂന്യമാക്കുകയാണ്. ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് മിക്സ്ചർ ഓഫ് ഗ്യാസസ്. അതിനുശേഷം അവിടെ പുനഃസ്ഥാപിക്കുകയാണ് മിക്സ്ചർ ഓഫ് ഗ്യാസസ്, മീൻസ് ഒരു കൂട്ടം ഗ്യാസസിനെ. ആ ഗ്യാസസിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. 5% കാർബൺ ഡയോക്സൈഡ്, 10% ഹൈഡ്രജൻ, ദെൻ 85% നൈട്രജൻ. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് വർക്കിംഗ് ആണ്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഡ്യൂറിങ് ദ അനറോബിക് ഇവാക്വേഷൻ സൈക്കിൾ ഓക്സിജൻ വിത്തിൻ ദ ജാർ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഹൈഡ്രജൻ. അതായത് അനറോബിക് ഇവാക്വേഷൻ സൈക്കിൾ നടക്കുന്ന സമയത്ത്, അതായത് ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്ന ടൈമിൽ ഓക്സിജൻ വിത്തിൻ ദ ജാർ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഹൈഡ്രജൻ. അതായത് ഈ ജാറിൻ്റെ ഉള്ളിൽ ഓക്സിജൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും അവിടെ എന്ത് റീപ്ലേസ് ആകും, ഓക്സിജൻ്റെ സ്ഥാനത്ത് ഹൈഡ്രജൻ വന്ന് പുനഃസ്ഥാപിക്കപ്പെടും. ദെൻ ആഫ്റ്റർ ദ അനറോബിക് സൈക്കിൾ എ mere 0.16% റെസിഡുവൽ ഓക്സിജൻ കണ്ടന്റ് ഈസ് ലെഫ്റ്റ് ഇൻ ദ ജാർ. അതായത് ഈ അനറോബിക് സൈക്കിൾ അല്ലെങ്കിൽ അനറോബിക് പ്രോസസ്സ് നടന്നതിന് ശേഷം കുറഞ്ഞ അളവിൽ, മെർന്ന് പറഞ്ഞാൽ വെറും, മീൻസ് ഒരു 0.16% ഓക്സിജൻ മാത്രം എന്താകും ഈ ജാറിൽ അവശേഷിക്കും. ദെൻ വിച്ച് ഈസ് ദെൻ റിമൂവ്ഡ് ബൈ എ പലേഡിയം കാറ്റലിസ്റ്റ്. ഈ അവശേഷിച്ച ഓക്സിജനെ പിന്നെയും റിമൂവ് ചെയ്യാണ്. അതിന് ഉപയോഗിക്കുന്നതാണ് പലേഡിയം കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ ഉൾപ്രേരകം. Then the anaerobic recipient leaves the jar with a strict 0 oxygen level and 10% carbon dioxide mix. അതായത് ഈ അനറോബിക് ജാറിൻ്റെ ഉള്ളിലെ റെസിപ്പീസ്, മീൻസ് ചേരുവകൾ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുകയാണ്, ഈ ജാറിനെ സ്ട്രിക്റ്റ് 0 ഓക്സിജൻ ലെവലിലോട്ട് മാറ്റുകയും അവിടെയുള്ള 10% കാർബൺ ഡയോക്സൈഡ് മിക്സിനെ ലീവ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയി എല്ലാവർക്കും അനറോബിക് ജാർ? ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം? എനി വൺ? ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയിരിക്കും സർ. ഓക്കെ ഓക്കെ, അപ്പം ഒന്നും കൂടി പറയാം. നിങ്ങളുടെ യൂണിറ്റ് 2 കവർ ആയിരിക്കുന്നു. ഓക്കെ, യൂണിറ്റ് 1ൻ്റെ എക്സാം എഴുതാത്തവർ ഇനിയുമുണ്ട്. ഓക്കെ, യൂണിറ്റ് 2 കവറായി. മീൻസ് യൂണിറ്റ് 2ൽ നമ്മൾ പഠിച്ചത് ഇൻ ദാറ്റ് റിക്വയർമെൻറ്റ്സ് ആൻഡ് യൂസസ് ഓഫ് കോമൺ ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ആണ്. അതിൽ ഇൻക്യുബേറ്റർ പഠിച്ചു, ദെൻ ഹോട്ട് എയർ ഓവൻ, then water bath, centrifuge, autoclave, microscope, glassware and anaerobic jar. അങ്ങനെ 8 ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ 8 എക്യുപ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലാബ് സൈഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ എക്യുപ്മെൻറ്റ്സ് കാണാം. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ, ഈ തിയറി ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ അതിൻ്റെ വർക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ലാബ് സൈഡിൽ പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ യൂണിറ്റിന് ഒരു എക്സാം കണ്ടക്ട് ചെയ്യാം. ഓക്കെ, മീൻസ് 2 മാസം കൊണ്ട് നിങ്ങളുടെ തിയറി ക്ലാസ് എന്തായാലും 2 മാസത്തിനുള്ളിൽ കവറാകും. ഓക്കെ, ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് മൈക്രോബയോളജിയിലുള്ളത്. ഓൾറെഡി 2 കവറായി. 3rd ചാപ്റ്റർ ഒരു 2-3 പേജസേ ഉള്ളൂ, കവറാകും. ഈ വീക്ക് തന്നെ കവറാകും. ദെൻ 5th ചാപ്റ്റർ മാത്രമാണ് കുറച്ചധികം ഉള്ളൂ. 4th 3 ഒക്കെ കുറച്ചേ ഉള്ളൂ. ഓക്കെ, എന്തായാലും 2 മന്ത്സിനുള്ളിൽ കവറാകും. ഓക്കെ, യൂണിറ്റ് 2ന് നമുക്കൊരു എക്സാം കണ്ടക്ട് ചെയ്യാം. ഓക്കെ, എന്നാ വേണ്ടേ? നിങ്ങൾ പറയുന്ന ഡേറ്റിൽ നടത്താം.
ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലൊക്കെ പറയാം ഡേറ്റ്. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഡേറ്റ് പറയാം. നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളൊരു ഡേറ്റ് ആരെങ്കിലൊക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. യൂണിറ്റ് 2ൻ്റെ എക്സാം അൺമ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലൊക്കെ റെസ്പോൺസ് ചെയ്യ്. ഞാൻ എടുത്ത് ചോദിക്കണം ഓരോരുത്തരോട്. അടുത്ത തിങ്കളാഴ്ച ഷംന. ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. വേറെ ആരുടെയും അഭിപ്രായം പറയാം. വേറെ ആരെങ്കിലും അഭിപ്രായം പറയാ. ഗീവ് അതർ. തിങ്കളാഴ്ച മതി. ഓക്കെ, ദെൻ അരുണിമ ഓക്കെ ആണോ? തിങ്കളാഴ്ച മതി. സഹല ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ മജോറിറ്റി ഓക്കെ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് മൺഡേ കണ്ടക്ട് ചെയ്യാം അല്ലേ? യൂണിറ്റ് 2 എക്സാം മൺഡേ മറക്കണ്ട, എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഈ മാർക്കാണ് സി മാർക്കിലോട്ട് ആഡ് ചെയ്യുക. കഴിഞ്ഞ തവണ എക്സാം എഴുതിയവർ ആകെ കുറച്ച് പേരെ എഴുതിയിട്ടുള്ളൂ. ഐ തിങ്ക് 9 5 3 8 പേരാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളുടെ മാർക്ക് ഈ മാർക്കാണ് ഇൻറ്റേർണൽ അസസ്മെൻറ്റിലോട്ട് ആഡ് ചെയ്യുക. സോ അതനുസരിച്ചിട്ട് വേണം എക്സാം. കഴിഞ്ഞ അതേ പാറ്റേൺ, കഴിഞ്ഞ തവണത്തെ അതേ പാറ്റേൺ തന്നെയായിരിക്കും എക്സാം. മീൻസ് നമ്മൾ എഴുതുന്നില്ല, വൈവ പോലെ. ഓക്കെ, വീഡിയോ ഓൺ ആക്കുന്നു, ഓഡിയോ ഓൺ ആക്കുന്നു, ദെൻ വൈവ മോഡൽ. സെയിം പാറ്റേൺ തന്നെയാണ് എക്സാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം 8 എക്യുപ്മെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഏതെങ്കിലുമൊക്കെ എക്യുപ്മെൻറ്റ് ഓരോരുത്തരോട് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, മീൻസ് 10 മാർക്കിന് തന്നെയായിരിക്കും ചോദിക്കുക, 10 മാർക്കിന് തന്നെ. പക്ഷേ ഏതെങ്കിലും എക്യുപ്മെൻറ്റിന് എല്ലാ എക്യുപ്മെൻറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഏതെങ്കിലും ഒരു എക്യുപ്മെൻ്റ് ആയിരിക്കും ഞാൻ ചോദിക്കുക. ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ എക്യുപ്മെൻറ്റിൻ്റെ ഡെഫിനിഷനോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. മീൻസ് വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക. എക്സ്പ്ലനേഷനാണ് നിങ്ങൾ എനിക്ക് തരേണ്ടത്, ഡെഫിനിഷൻ മാത്രമല്ല. കഴിഞ്ഞ ഡെഫിനിഷൻ തരുന്ന കൂടുതൽ, ഇത്തവണ എക്സ്പ്ലനേഷൻ ആയിരിക്കും കൂടുതൽ ആവശ്യം വരിക. ഓക്കെ, അതുകൊണ്ട് അതുപോലെ ഇന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് യൂണിറ്റ് 3 മൂവ് ചെയ്യാം. ഓക്കെ, യൂണിറ്റ് 2 കുറിച്ചുള്ള എക്സാമും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ ആയോ? ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റ് 3 പോകാം. ഓക്കെ, യൂണിറ്റ് 3 മെയിൻ ഹെഡിങ് ആൻറ്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻറ്റ്സ്. മെയിൻ ഹെഡിങ് ആൻറ്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻറ്റ്സ്, അതാണ് മെയിൻ ഹെഡിങ്. ഓക്കെ ഓക്കെ, ഇൻ ദാറ്റ് സബ് ഹെഡിങ് ഫസ്റ്റ് നമുക്ക് ആൻറ്റിസെപ്റ്റിക്സ് പഠിക്കാം. ആൻറ്റിസെപ്റ്റിക്സ് സബ് ഹെഡിങ് ആൻറ്റിസെപ്റ്റിക്സ്. Okay, in that definition, okay, antiseptics can be defined as antimicrobial agents which can be applied on the body of living organisms to inhibit the action of microbes. ഒന്നുകൂടി വായിക്കാം. Antiseptics can be defined as antimicrobial agents which can be applied on the body of living organisms to inhibit the action of microbes. ഓക്കെ, അതായത് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻറ്റിസെപ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻറ്റി മൈക്രോബിയൽ ഏജൻസ്. അതായത് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് ആണ്. ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് എതിരെ പ്രവർത്തിക്കുന്ന വസ്തുക്കൾ. ഓക്കെ, ഏജൻസ് ആണ്. വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ഓൺ ദ ബോഡി ഓഫ് ലിവിങ് ഓർഗാനിസം. ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിലാണ്, ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിലാണ്. ഓക്കെ, ലിവിങ് ഓർഗാനിസം എന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ ബോഡിയിലാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ആൻറ്റി മൈക്രോബിയൽ ഏജൻസ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഇൻഹിബിറ്റ് ദ ആക്ഷൻ ഓഫ് മൈക്രോബ്സ്. എന്തിനാണ്? അതായത് മൈക്രോബ്സിൻ്റെ പ്രവർത്തനത്തെ ഇൻഹിബിറ്റ് ചെയ്യുക, തടയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു യൂസേജ്. ക്ലിയർ ആയോ? ഒന്നുകൂടി വായിക്കാൻ. Definition: antiseptics can be defined as antimicrobial agents which can be applied on the body of living organisms to inhibit the action of microbes. അതായത് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് ആണ്. മീൻസ്
മൈക്രോബ്സിനെ തടയുന്ന രീതിയിലുള്ള ഏജൻസ് എവിടെയാണ് അപ്ലൈ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിലാണ് അപ്ലൈ ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഹിബിറ്റ് ദ ആക്ഷൻ ഓഫ് മൈക്രോബ്സ്. മൈക്രോബ്സിൻ്റെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തെ തടയുക എന്നതാണ് ഇതിൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഒരു ആൻറ്റിസെപ്റ്റിക്കിന് എക്സാമ്പിൾ ഡെറ്റോൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഷാനിബ ഒന്നുകൂടി പറയണോ? ഓക്കെ, ആൻറ്റിസെപ്റ്റിക്സ് ആണ്. ആൻറ്റിസെപ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻറ്റി മൈക്രോബിയൽ ഏജൻസ്. അതായത് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് ആണ്. ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിനെ തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ. വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ഓൺ ദ ബോഡി ഓഫ് ലിവിങ് ഓർഗാനിസം. ഇത് എവിടെയാണ് തേക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ബോഡിയിലാണ്, ശരീരത്തിലാണ്. ഓക്കെ, എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഇൻഹിബിറ്റ് ദ ആക്ഷൻ ഓഫ് മൈക്രോബ്സ്. അതായത് സൂക്ഷ്മജീവികളുടെ അല്ലെങ്കിൽ മൈക്രോബ്സിൻ്റെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ തടയുക എന്നുള്ളതാണ് ധർമ്മം. എക്സാമ്പിൾ ഡെറ്റോൾ. ക്ലിയർ ആയോ ഷാനിബ? ക്ലിയർ ആയോ? ഓക്കെ, എങ്കിൽ പറ. മനസ്സിലായത് പറ. മൈക്രോ ഓർഗാനിസം തടയുന്നതിനുള്ള രീതിയിലുള്ള വസ്തുക്കളാണിത്. ഇത് അപ്ലൈ ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിലാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ എക്സാമ്പിൾ ഡെറ്റോൾ. ഓക്കെ, ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടൈപ്സിലോട്ട് പോകാം. ടൈപ്സ് ഓഫ് ആൻറ്റിസെപ്റ്റിക്സ്. നെക്സ്റ്റ് സബ് ഹെഡിങ് ടൈപ്സ് ഓഫ് ആൻറ്റിസെപ്റ്റിക്സ്. ഓക്കെ, ഇൻ ദാറ്റ് first point, some antiseptics are germicidal in nature. Some antiseptics are germicidal in nature. Germicidal in nature എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ germicidal എന്ന് പറഞ്ഞാൽ കീടനാശിനി. ചില ആൻറ്റിസെപ്റ്റിക്സിന് കീടനാശിനിയുടെ സ്വഭാവമാണ് ഉള്ളത്. അതാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്. സം ആൻറ്റിസെപ്റ്റിക്സ് ആർ germicidal in nature. കീടനാശിനിയുടെ ഒരു സ്വഭാവമാണ് ഉള്ളത്. ഇംപ്ലൈയിങ് ദാറ്റ് ദേ ഹാവ് ദ എബിലിറ്റി ടു കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസംസ്. അതായത് അതിൻ്റെ ജെർമിസിഡൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കീടനാശിനി അതിൻ്റെ ഒരു സ്വഭാവമാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ഇംപ്ലൈയിങ് ദാറ്റ്, ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? എബിലിറ്റി ടു കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് മൈക്രോബ്സ്. അതായത് മൈക്രോബ്സിനെ മൊത്തമായിട്ട് നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ ആൻറ്റിസെപ്റ്റിക്സിന്. ക്ലിയർ ആയോ? മൈക്രോബ്സിനെ പൂർണ്ണമായിട്ട് ഡിസ്ട്രോയ് ചെയ്യാനുള്ള, നശിപ്പിച്ച് കളയാനുള്ള കഴിവ് ഇതിന് ഉണ്ട്. ക്ലിയർ ആയോ? ദിസ് ടൈപ്സ് ഓഫ് ആൻറ്റിസെപ്റ്റിക്സ് ആർ റെഫേർഡ് ടു അസ് ബാക്ടീരിയോസിഡൽ ആൻറ്റിസെപ്റ്റിക്സ്. അതായത് ഈ രീതിയിലുള്ള ആൻറ്റിസെപ്റ്റിക്സ് ബാക്ടീരിയോസിഡൽ ആൻറ്റിസെപ്റ്റിക്സ് എന്ന് അറിയപ്പെടുന്നു. അതായത് മൈക്രോ ഓർഗാനിസത്തെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയാൻ കഴിവുള്ള, മീൻസ് അതിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുക, മീൻസ് കംപ്ലീറ്റ് ആയിട്ട് കിൽ ചെയ്ത് കളയാൻ കഴിയുന്ന ആൻറ്റിസെപ്റ്റിക്സിനെയാണ് ബാക്ടീരിയോസിഡൽ ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ പോയിന്റ്, സം ആൻറ്റിസെപ്റ്റിക്സ് ആർ ജെർമിസിഡൽ ഇൻ നേച്ചർ. അതായത് ആൻറ്റിസെപ്റ്റിക്സിന്, ചില ആൻറ്റിസെപ്റ്റിക്സിന് ജെർമിസിഡൽ ഇൻ നേച്ചർ, കീടനാശിനിയുടെ ഒരു സ്വഭാവമാണുള്ളത്. ഇത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് മൈക്രോ ഓർഗാനിസത്തെ മൊത്തമായിട്ട് ഡിസ്ട്രോയ് ചെയ്യാണ്, നശിപ്പിച്ച് കളയുകയാണ്. ഇതുപോലെയുള്ള ആൻറ്റിസെപ്റ്റിക്സിനെ, ദിസ് ടൈപ്സ് ഓഫ് ആൻറ്റിസെപ്റ്റിക്സ് ആർ റെഫേർഡ് ടു ആസ് ബാക്ടീരിയോസിഡൽ ആൻറ്റിസെപ്റ്റിക്സ്. ഇതുപോലുള്ള ആൻറ്റിസെപ്റ്റിക്സിനെയാണ് ബാക്ടീരിയോസിഡൽ ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അരുണിമ മനസ്സിലായോ ഒന്നാമത്തെ? മനസ്സിലായി മിസ്സേ. ഓക്കെ, എക്സ്പ്ലെയിൻ. കീടനാശിനിയുടെ സ്വഭാവമുള്ള ആന്റിസെപ്റ്റിക്സ് ആണിത്. ഓക്കെ, മൈക്രോ ഓർഗാനിസത്തിനൊക്കെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇതിന്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ളതിനെ ബാക്ടീരിയോസിഡൽ ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നു. ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഓക്കെ, രണ്ടാമത്തത് ആൻറ്റിസെപ്റ്റിക്സ് ഓൺലി ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ്. സച്ച് സബ്സ്റ്റൻസസ് ആർ കോമൺലി റെഫേർഡ് ടു ആസ് ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻറ്റിസെപ്റ്റിക്സ്. ഒന്നുകൂടി വായിക്കാം. ആൻറ്റിസെപ്റ്റിക്സ് ഓൺലി ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ്
Such substances are commonly referred to as bacteriostatic antiseptics. അതായത് ആന്റിസെപ്റ്റിക്സ് only inhibit the growth of microbes. അതായത് മൈക്രോബ്സിന്റെ വളർച്ചയെ മാത്രം തടയുന്നു. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ ബാക്ടീരിയസിഡലിൽ എന്താണ് മീൻസ് പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയാണ്, മീൻസ് കൊന്നു കളയുക എന്നുള്ള അർത്ഥം, കിൽ ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് ബാക്ടീരിയസിഡലിൽ വന്നത്. ഈ ബാക്ടീരിയോസ്റ്റാറ്റിക്കിലോട്ട് വന്നപ്പോൾ നമ്മൾ എന്താണ് ജസ്റ്റ് അതിൻ്റെ വളർച്ചേനെ തടയുന്നേ ഉള്ളൂ, മൈക്രോബ്സിൻ്റെ വളർച്ചേനെ തടയുകയാണ് ചെയ്യുന്നത്. മീൻസ് അത് ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ തടയുകയാണ്. ബാക്ടീരിയസിഡലിൽ പൂർണ്ണമായിട്ട് നശിപ്പിക്കണം, മീൻസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ്. ബാക്ടീരിയോസ്റ്റാറ്റിക്കിലോട്ട് വന്നപ്പോൾ എന്തായി, ജസ്റ്റ് അതിൻ്റെ വളർച്ചേനെ നമ്മൾ തടയുകയാണ്. ഓക്കെ, സച്ച് സബ്സ്റ്റൻസസ് ആർ കോമൺലി റെഫർ ടു അസ് ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻറ്റിസെപ്റ്റിക്. അങ്ങനെയുള്ള ആൻറ്റിസെപ്റ്റിക്സിനെ ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഒന്നാമത്തത് ബാക്ടീരിയോസിഡൽ. ബാക്ടീരിയോസിഡലിൽ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോബ്സ് ആണ്, പൂർണ്ണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ നാശമാണ് അവിടെ നടക്കുന്നത് ബാക്ടീരിയോസിഡൽ ആന്റിസെപ്റ്റിക്സിൽ. ബാക്ടീരിയോസ്റ്റാറ്റിക് ആന്റിസെപ്റ്റിക്സിലോട്ട് വന്നപ്പോൾ എന്താണ്, ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ്, ഓൺലി ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ് ആണ്. അതായത് മൈക്രോബ്സിന്റെ വളർച്ചയെ മാത്രമാണ് തടയുന്നത്, പൂർണ്ണമായിട്ട് അവിടെ നശിപ്പിക്കുന്നില്ല, വളർച്ചയെ മാത്രം തടയുന്നു. മീൻസ് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവിനെ തടയുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റഹ്മത്ത് എന്താ മനസ്സിലായേ? ബാക്ടീരിയോസ്റ്റാറ്റിക്കിൽ എന്താ മനസ്സിലായേ? മൈക്രോബ്സിന്റെ വളർച്ചയെ മാത്രം തടയുന്നത്. ഓക്കെ ഓക്കെ, ഗുഡ്. എനിക്ക് മ്യൂട്ട് ചെയ്തോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ടൈപ്സ്. നെക്സ്റ്റ് സബ് ഹെഡിങ് യൂസസ്. നെക്സ്റ്റ് സബ് ഹെഡിങ് യൂസസ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, preventing infections on the skin, particularly for cuts, scrapes or minor burns. എന്നോട് പറയാം, preventing infections on the skin, particularly for cuts, scrapes or minor burns. അതായത് പ്രധാനമായിട്ട് ഇൻഫെക്ഷൻസിനെ, സ്കിന്നിലുള്ള തൊലിയിലുള്ള ഇൻഫെക്ഷൻസിനെ തടയാനാണ് ഉപയോഗിക്കുന്നത്. പർട്ടിക്കുലർലി ഫോർ കട്ട്സ് മീൻസ് മുറിവുണ്ടാകുമ്പോൾ, സ്ക്രാപ്സ് എന്ന് പറഞ്ഞാൽ മീൻസ് പീസായി മാറുമ്പോൾ, മീൻസ് കഷ്ണങ്ങളായിട്ട് മാറുക എന്നൊക്കെയുള്ള അർത്ഥം സ്ക്രാപ്സ് ഉണ്ടാകുമ്പോൾ. അതുപോലെ തന്നെ മൈനർ ബേൺസ്. മൈനർ ബേൺസ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പൊള്ളലുകൾ, ബേൺ എന്ന് പറഞ്ഞാൽ പൊള്ളുക. ഓക്കെ, പൊള്ളുമ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇൻഫെക്ഷൻസിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഡ്രൈ ഹാൻഡ് വാഷിംഗ്. ഡ്രൈ ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ രീതിയിലുള്ള ഹാൻഡ് വാഷിംഗ്, മീൻസ് ഇപ്പോൾ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നില്ലേ, എക്സാമ്പിൾ അത്. ഓക്കെ, ഡ്രൈ ഹാൻഡ് വാഷിംഗ് വിച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സ് മേ ഡു ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ്. അതായത് ഡ്രൈ ഹാൻഡ് വാഷിങ്ങിൽ എന്താണ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ് മീൻസ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ന് മീൻസ് ലാബിൽ വർക്ക് ചെയ്യുന്നവരാകാം, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാകാം, ആര് വേണമല്ലോ. ഓക്കെ, മീൻസ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ. അവരെന്താണ് ഡു ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ്, ഓരോ പ്രൊസീജിയേഴ്സിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യും, ഈ ഡ്രൈ ഹാൻഡ് വാഷിങ് നടത്തുന്നുണ്ട്. ഓക്കെ, ഡ്രൈ ഹാൻഡ് വാഷിങ്ങിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ഡ്രൈ ഹാൻഡ് വാഷിംഗ് ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഡ്രൈ ആയിട്ടുള്ള. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ്, ക്ലീനിങ് ദ സ്കിൻ ബിഫോർ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് സച്ച് ആസ് ബ്ലഡ് ഡ്രോ ഓർ സർജറി. ക്ലീനിങ് ദ സ്കിൻ ബിഫോർ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് സച്ച് ആസ് ബ്ലഡ് ഡ്രോ ഓർ സർജറി. അതുകൂടാതെ തന്നെ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ, മെഡിക്കൽ പ്രൊസീജിയേഴ്സ് മീൻസ് അതായത് ബ്ലഡ് ഡ്രോ, അതുപോലെ തന്നെ സർജറി. അതായത് ബ്ലഡ് ഡ്രോ മീൻസ് രക്തം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതൊക്കെ സർജറി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ സ്കിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സ്കിന്ന് ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ബ്ലഡ് ഡ്രോ ചെയ്യുന്ന സമയത്ത് മീൻസ് രക്തം എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക, പഞ്ഞിയിൽ സ്പിരിറ്റൊക്കെ മുക്കിയിട്ട് ക്ലീൻ ചെയ്യുന്നു. ഓക്കെ, അതെല്ലാം എക്സാമ്പിളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ പോയിന്റിലോട്ട് വരാം. നാലാമത്തെ പോയിന്റ്, ക്ലീനിങ് മ്യൂക്കസ് മെംബ്രെയിൻ. ഓക്കെ, സോറി, റേഞ്ച് കട്ടായി പോയതാണ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, നാലാമത്തെ പോയിന്റ്, ക്ലീനിങ് മ്യൂക്കസ് മെംബ്രെയിൻസ് ടു ട്രീറ്റ് ഇൻഫെക്ഷൻസ് ഓർ ബിഫോർ യൂസിങ് എ കത്തീറ്റർ.
ക്ലീനിങ് മ്യൂക്കസ് മെംബ്രെയിൻസ് ടു ട്രീറ്റ് ഇൻഫെക്ഷൻസ് ഓർ ബിഫോർ യൂസിങ്. എന്തായിരുന്നു? മൂന്നാമത്തെ പോയിന്റ് കേട്ടില്ല. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ക്ലീനിങ് ദ സ്കിൻ ബിഫോർ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. അതായത് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? സ്കിൻ എപ്പോഴും ക്ലീൻ ചെയ്യും. അതായത് സച്ചസ് ബ്ലഡ് ഡ്രോ ഓർ സർജറി. നമ്മൾ നിങ്ങൾ ബ്ലഡ് എടുക്കുന്നതിന് മുന്നേ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് സ്കിന്ന് ക്ലീൻ ചെയ്യില്ലേ? അതൊരു എക്സാമ്പിൾ. അതുപോലെ സർജറിക്ക് മുന്നേ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്കിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിസെപ്റ്റിക്സ് യൂസ് ചെയ്യും. ക്ലിയർ ആയോ അരുണിമ? ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ് ക്ലീനിങ് മ്യൂക്കസ് മെംബ്രെയിൻസ് ടു ട്രീറ്റ് ഇൻഫെക്ഷൻസ് ഓർ ബിഫോർ യൂസിങ് എ കത്തീറ്റർ. ഓക്കെ, നാലാമത്തെ പോയിന്റിലും സെയിം തന്നെ. അതായത് മ്യൂക്കസ് മെംബ്രെയിൻ ക്ലീൻ ചെയ്യാൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? മ്യൂക്കസ് മെംബ്രെയിൻ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുക. ഏതൊക്കെ രീതി? ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് പഴുപ്പ് നിറഞ്ഞ മീൻസ് അതായത് മുറിവുണ്ടാകുന്നു, അതിനുശേഷം അത് സെല്ലാകുന്നു, എഡിമ ഓർ അതർ തിങ്സ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സ്കിന്ന് മ്യൂക്കസ് മെംബ്രെയിന് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ബിഫോർ യൂസിങ് എ കത്തീറ്റർ. അതുകൂടാതെ തന്നെ കത്തീറ്റർ ഉപയോഗിക്കുന്നത്. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ യൂറിനറി കത്തീറ്റർ മീൻസ് യൂറിൻ ട്യൂബ് ഇല്ലേ? യൂറിൻ ട്യൂബ് ഇടുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അവിടുത്തെ മ്യൂക്കസ് മെംബ്രെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ആൻറ്റിസെപ്റ്റിക്സ് യൂസ് ചെയ്യും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ട്രീറ്റിംഗ് ത്രോട്ട് ഇൻഫെക്ഷൻസ് വിത്ത് മൗത്ത് വാഷസ്. ട്രീറ്റിംഗ് ത്രോട്ട് ഇൻഫെക്ഷൻസ് വിത്ത് മൗത്ത് വാഷസ് മീൻസ് തൊണ്ടയിലെ ഇൻഫെക്ഷൻസിന് മൗത്ത് വാഷസ് ആയിട്ടും നമ്മൾ ഈ ആൻറ്റിസെപ്റ്റിക്സ് മൈൽഡ് ആയിട്ടുള്ള ആൻറ്റിസെപ്റ്റിക്സ് യൂസ് ചെയ്യും. മൗത്ത് വാഷ് ആയിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ മീൻസ് തൊണ്ടയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിൽ മൗത്ത് വാഷ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ആൻറ്റിസെപ്റ്റിക്സ് മൈൽഡ് ആയിട്ടുള്ള ആൻറ്റിസെപ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുകൂടി പറയാം യൂസസ്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ പ്രിവെൻറ്റിംഗ് ഇൻഫെക്ഷൻസ് ഓൺ ദ സ്കിൻ particularly for cuts, scabs or minor burns. അതായത് സ്കിന്നിലെ ഇൻഫെക്ഷൻ തടയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതായത് മുറിവുണ്ടാകുന്ന സമയത്ത്, അതുപോലെ തന്നെ സ്ക്രാപ്പ് എന്തെങ്കിലും പീസസ് ആകുന്ന മീൻസ് കഷ്ണങ്ങളായി മാറുന്ന ടൈമിൽ, അല്ലെങ്കിൽ മൈനർ ബേൺസ് മീൻസ് പൊള്ളുന്ന സമയത്ത്, ചെറിയ രീതിയിലുള്ള പൊള്ളലുണ്ടാകുന്ന സമയത്തൊക്കെ ഇൻഫെക്ഷനെ തടയുക എന്നുള്ളതാണ് ഒന്നാമത്തെ യൂസ്. രണ്ടാമത്തെ യൂസ് ഡ്രൈ ഹാൻഡ് വാഷിംഗ് മീൻസ് ഉണങ്ങിയ രീതിയിലുള്ള ഹാൻഡ് വാഷിംഗ് മീൻസ് എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു സാനിറ്റൈസർ പോലെയുള്ള വിച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സ് മേ ഡു ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ്. അതായത് ഡ്രൈ ഹാൻഡ് വാഷിംഗ് ആണ് മെഡിക്കൽ ഹോസ്പിറ്റൽ സൈഡിൽ അല്ലെങ്കിൽ ലാബ് സൈഡിലൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഓരോരുത്തരുടെ ബ്ലഡ് എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡ്രൈ ഹാൻഡ് വാഷിംഗ് നടത്തും. അതിന് എക്സാമ്പിളാണ് സാനിറ്റൈസർ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാനിറ്റൈസർ ഒരു ഡ്രൈ ഹാൻഡ് വാഷിംഗ് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലീനിങ് ദ സ്കിൻ ബിഫോർ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് സച്ചസ് ബ്ലഡ് ഡ്രോ ഓർ സർജറി. അതായത് സെയിം തന്നെ. അതായത് മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? സ്കിന്ന് ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കും. അതായത് ബ്ലഡ് ഡ്രോ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യൻറ്റിൻ്റെ സ്കിന്ന് ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കും.